ഹലോ, നമ്മൾ ഏതൊരു കാര്യത്തിനും പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും അല്ലേ. ഞാൻ മുന്നേ ഇട്ട വീഡിയോ ഒക്കെ എല്ലാ വീഡിയോ അല്ല, ചില വീഡിയോക്ക് കമൻറ്റൊക്കെ വരാറുണ്ട്. അതായത് നിങ്ങളെന്തിനാണ് ഇങ്ങനെ പട്ടാളത്തിൻ്റെ കാര്യം അങ്ങനെ പറയുന്നത്, പട്ടാളത്തിൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് പറയുന്നത്, നിങ്ങൾക്ക് അതിനുള്ള വിവരമൊന്നുമില്ല, ഇങ്ങനെ ഷെയർ ചെയ്യാൻ മാത്രം എന്നുള്ള രീതിക്കൊക്കെ ഒരുപാട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ ഇന്നേ യൂണിറ്റിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇന്നേ റാങ്കിലുള്ള ആളാണ്, അല്ലെങ്കിലോ അങ്ങനെയുള്ള നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഈ ഒരു നിമിഷം വരെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് യൂണിറ്റ് ആയാലോ അല്ലെങ്കിൽ നമ്മൾ വെപ്പൺസിൻ്റെതായാലോ അങ്ങനെയുള്ളതായിട്ടുള്ള ഷെയർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ചില ആളുകൾ വീഡിയോ എന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ നല്ല കമൻസും കാര്യങ്ങളൊക്കെ തരും. അതേപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റൊക്കെ മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാ വീഡിയോസിനും ഒന്നല്ല, ചില വീഡിയോസിനൊക്കെ. അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഞാൻ പട്ടാളത്തിൻ്റെ ഒരു കാര്യങ്ങളും രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങളായാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ മലയാളികൾ കൂടുതൽ ഞാൻ ഫാമിലിയായിട്ട് നിൽക്കുന്നത് കാരണം ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ മലയാളീസ് ഫാമിലിയായിട്ട് നിൽക്കുന്നത് കുറവാണ്. കാരണം അപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോസൊക്കെ കാണുമ്പോൾ, നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പം ആരെങ്കിലും ഇനി പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഫാമിലിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ആ ഒരു കാരണം കൂടി കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ മുന്നേയുള്ള വീഡിയോസിലൊക്കെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഒരുപാടല്ല, ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് റാങ്ക് മുതലാണ് നിങ്ങൾക്ക് ഫാമിലി വെക്കാൻ പറ്റുക, ഏത് റാങ്കിലുള്ള ആൾക്കാർക്കാണ് ഫാമിലിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള രീതിക്കൊക്കെ. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എല്ലാ റാങ്കിലുള്ള ആൾക്കാർക്കും എല്ലാ ആളുകൾക്കും നമുക്ക് ഫാമിലി വെക്കാൻ പറ്റുന്നതാണ്. അതിനാണ് ഫാമിലി ക്വാർട്ടേഴ്സ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം കൂടുതൽ മലയാളികൾ പല കാരണങ്ങൾ പറയും, വീട്ടിൽ ആളില്ല, അച്ഛനമ്മ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ മക്കളെ പഠിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇത്തരം വീഡിയോസൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും വന്ന് നിൽക്കാൻ തോന്നുകയാണെങ്കിൽ ഇത് തോന്നട്ടെ. കാരണം നമ്മൾ ഒരുമിച്ചാണല്ലോ ജീവിക്കേണ്ടത്, നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുക അല്ലേ. അതിനായിട്ടാണ് നമുക്ക് ഇത്തരം ഫെസിലിറ്റിയൊക്കെ തരുന്നത്. അതായത് ഫാമിലി ക്വാർട്ടേഴ്സ് ആയാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളായാലും എല്ലാം തന്നെ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുക, നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൂടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരം വീഡിയോ ഒക്കെ കണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നവർ അതിനെ പറ്റിയിട്ട് ഒരു അറിവ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ.